നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നായിരുന്നു, ഇപ്പോ അപ്പോഴപ്പോഴാണ്. അയ്യോ അച്ഛമ്മ അലച്ചു തല്ലി വീണപ്പോ പിഞ്ചു കുഞ്ഞു വരെ പൊട്ടിച്ചിരിക്കുന്നു. ബേബി, ദൈവമേ, ഈ ജയേട്ടൻ അമ്മ എങ്ങാനും കണ്ട വീണ്ടും പ്രശ്നമാവുമല്ലോ. ദേവി പുറത്ത് എവിടേക്കാണല്ലോ? എവിടേക്കാ? അമ്മയുടെ മരുന്നുകളും മറ്റും തീർന്നു. അത് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാ. എങ്ങനെ പോവും? റോഡിലേക്ക് ഇറങ്ങി നിന്നാ മതിയല്ലോ, ഓട്ടോറിക്ഷ കിട്ടും. ഇവിടെ ഇപ്പൊ ഡ്രൈവർ ഇല്ലേ? ഇവിടെ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അമ്മ സത്യശീലനോട് വരണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ദേവി ഓട്ടോയ്ക്ക് പോകണ്ട. പ്രിസ്ക്രിപ്ഷൻ ഇതാ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഓ, അതൊന്നും വേണ്ട. അതെന്താ? ഞാൻ മരുന്ന് വാങ്ങിയിട്ട് തന്നാ പോരെ? അത് ശരിയാവില്ല ചേട്ടാ, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. ആ, എങ്കിൽ ദേവി ഒരു കാര്യം ചെയ്യ്, എന്നോടൊപ്പം സ്കൂട്ടറിൽ പോന്നോളൂ. സ്കൂട്ടറിന്റെ പുറകെ ഇരുന്നാ മതി. ഏയ്, അതൊന്നും വേണ്ട. ദേവി, ദേവി, എനിക്കറിയാം എൻ്റെ ദേവിയുടെ മനസ്സ്. അത് ഞാൻ നന്നായിട്ട് വായിക്കുന്നുമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഓരോ പ്രാവശ്യം ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിന്റെ മനസ്സിലൂടെ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ മിന്നി മറിയുന്ന ഓർമ്മകൾ. ഇന്ന് ചേട്ടൻ പറ, ഈ സാരി ഉടുത്തപ്പോ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ? പറയേ ചേട്ടാ, ഈ സാരി ഞാൻ എടുക്കുമ്പോഴല്ലേ ഭംഗി? ഇപ്പൊ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊന്നും അത്ര പെട്ടെന്ന് ഒരു പെൺകുട്ടിക്ക് മറക്കാൻ പറ്റുന്ന ഓർമ്മകളല്ല. അത് മനസ്സ് നീറ്റുന്ന കാര്യങ്ങളാണ്. എനിക്ക് പറ്റിയ തെറ്റുകളാണ്, കൊച്ചു കൊച്ചു ദൗർബല്യങ്ങൾ. ഞാൻ എന്നെ നിയന്ത്രിക്കണമായിരുന്നു. അതിൽ പങ്കാളികളായവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. വിവേകശൂന്യത കൊണ്ട് ജീവിതത്തിൽ വന്ന താളപ്പഴകൾ മഹാദുരന്തങ്ങളായി മാറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കൈക്കുമ്പിളിൽ കനകവരിക്കുമ്പോൾ കാക്കപ്പൊന്ന് തേടിപ്പോയവനാ ഞാൻ. ഇന്ന് ഞാൻ അത് ഓർത്ത് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം പറ്റിപ്പോയി. ആ, ഞാൻ പോയിക്കോട്ടെ. ഏയ്, നിക്ക് ദേവി. ഞാനിവിടെ ഒറ്റപ്പെട്ടവനാ. എന്നോട് സംസാരിക്കാൻ ആരുമില്ല. എന്റെ മോളോടെങ്കിലും ഒന്ന് സംസാരിക്കണമെങ്കിൽ അതിന് കാർത്തിയുടെ പെർമിഷൻ വേണം. അവനാണെങ്കിൽ എല്ലാവരെയും തകർക്കാൻ എന്ന ഭാവത്തിൽ നിൽക്കുന്ന ഒരു അസുരനായി മാറിയിരിക്കുക. ഞാൻ ആരോടൊന്ന് സംസാരിക്കും ദേവി? ഞാനൊരു മനുഷ്യനല്ലേ? എനിക്ക് ദേവിയോടല്ലാതെ മറ്റാരോടും സംസാരിക്കാൻ സാഹചര്യമില്ല. ഞാൻ എന്ത് ചെയ്യും? ദേവി, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇനി എന്നെ ശപിക്കരുത്. ഞാൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. രണ്ട് തീരങ്ങളിലായി പോയി നമുക്കിനി ഒരേ ഒരു കാര്യം മാത്രമേ ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റൂ. അത് മീനാക്ഷിയുടെ കാര്യമാണ്. അല്ലാതെ ഒരു കാര്യവും നമ്മൾ സംസാരിക്കരുത്. ഇതെന്റെ അപേക്ഷ.
അയ്യോ. സാവിത്രി എങ്ങനുണ്ട്? ആ, പാലം വല്ലതും തകർന്നു എന്തോ? ഏത് പാലം? നിന്റെ മൂക്കിന്റെ ഇല്ല പല്ലു വല്ലതും ഇളകിയിട്ടുണ്ടോ? ഇല്ല. തലയോട്ടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടാവൂ? ഊതുവാണോ? ഇല്ല, എന്റെ ഭാര്യയല്ലേ. വല്ല ആശുപത്രിയിലും കൊണ്ട് അഡ്മിറ്റ് ആക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ ശവം കാണാൻ നിങ്ങൾക്ക് കൊതിയായല്ലേ? എന്റെ സാവിത്രി, ഇനിയെങ്കിലും നീ ആ മീനാക്ഷിയുടെയും കുഞ്ഞിന്റെയും പുറകിന് പോകാതെ നീ നിന്റെ സ്വന്തം കാര്യം നോക്ക്. ദേ തെന്നി വീണുന്ന് കരുതി ആരും എന്നെ ഭരിക്കാനോ കൊച്ചാക്കാനോ വരണ്ട. ഇതുകൊണ്ടൊന്നും സാവിത്രി അടങ്ങില്ല. ആ മീനാക്ഷി ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിശ്രമിക്കില്ല. അയ്യോ, ദേ കണ്ടവർക്ക് വേണ്ടി മധ്യസ്ഥം പറയാൻ വന്നാലേ നിങ്ങളോടും എന്റെ സ്വഭാവം ഇത് തന്നെയായിരിക്കും. ഓ, ചിലരങ്ങനെ കണ്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല. എന്നാ നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീയും നിന്റെ മകനും കൂടി ഈ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന ഈ അസംബന്ധം അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അതിദയനീയമായിരിക്കും. ഒടുവിൽ നിനക്ക് വേണ്ടി കരയാൻ നീ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത്രയും നാള് നിന്നെ സഹിച്ചൊരു മനുഷ്യന്റെ വാക്കായിട്ട് കാണണ്ട. നിന്നെ സ്നേഹിച്ച നിന്റെ ഭർത്താവിന്റെ ഉപദേശമായിട്ട് കണ്ടാ മതി. അയ്യോ, ഒരു ഭർത്താവ്. ഇവിടെ ആരും ഇല്ലേ? എടി മീനാക്ഷി, എടി മീനാക്ഷി. എന്താണ് എടി മീനാക്ഷിക്ക്? ഞാൻ എടിയെന്ന് വിളിച്ചത് നിനക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. തൽക്കാലം നിങ്ങൾ വിളിക്കുന്നതൊക്കെ കേട്ടല്ലേ പറ്റൂ. ഒരു വലിയ ട്രാപ്പില് ഞാൻ വന്ന് പെട്ടിരിക്കല്ലേ. കൂടുതൽ ഇങ്ങോട്ട് പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ട. തൽക്കാലം ഞാൻ പറയുന്നൊക്കെ നീ അങ്ങ് അനുസരിച്ചാ മതി. യെസ് സർ. നീ എന്താ കളിയാക്കാണോ? ശരി സാർ എന്ന് പറഞ്ഞാലേ കളിയാക്കലാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാർ. ഞാനൊരു പോലീസ് ഓഫീസറാണ്. അക്കാര്യം മറക്കണ്ട. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതുപോലത്തെ ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥ എത്ര ശോചനീയമായിരിക്കും. എന്താടി പറഞ്ഞത്? ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഫുഡ് എടുത്ത് വെക്ക. എന്തോ? ഫുഡ് എടുത്ത് വെക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.